ഹലോ, ഇപ്പൊ ഞാനൊരു വീഡിയോ എടുക്കുമ്പോൾ രാത്രി ഓൾമോസ്റ്റ് ഒരു 10:26 ആയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇത് ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ട് വേണം എനിക്ക് കിടക്കാനായിട്ട്. ഇതേപോലെ തന്നെയാണ് ഇന്നത്തെ റീൽസും ഞാൻ ഈ ഒരു ടൈമിൽ തന്നെയാണ് എടുത്ത് അപ്ലോഡ് ചെയ്യാൻ പോണേ. കാരണം ഇന്ന് രാവിലെ ഞാൻ എടുക്കണം വിചാരിച്ചു, പക്ഷെ എനിക്ക് ടൈം കിട്ടിയില്ല എടുക്കാനായിട്ട്. കാരണം ഡ്രൈവിംഗ് ടെസ്റ്റ് ഉണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ ആ ഒരു കാര്യം ഇതിനകത്ത് പറയാൻ പോകുന്നത് ബിക്കോസ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് ടു ഷെയർ. നല്ല ഡേയ്സ് കാണിക്കുന്ന പോലെ നമ്മൾ ചീത്ത കാര്യങ്ങളും കാണിക്കണം. കാരണം നമ്മൾ സോഷ്യൽ മീഡിയയിൽ എല്ലാവരുടെയും നല്ല കാര്യങ്ങളൊക്കെ കണ്ടു ഇതാണ് ജീവിതം എന്ന് വിചാരിച്ചിരിക്കരുത്. അവർക്ക് അവരുടേതായിട്ടുള്ള പ്രോബ്ലംസും അപ്സ് ആൻഡ് ഡൗൺസും മെന്റൽ പ്രഷേഴ്സും വെറീസും ഒക്കെ ഉണ്ട്. അണ്ടർസ്റ്റാൻഡ് ദാറ്റ് നോ വൺ ഈസ് ലിവിംഗ് എ പെർഫെക്റ്റ് ലൈഫ്. മനുഷ്യന്മാർക്ക് പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കും, ഉണ്ടാവും. ഇറ്റ്സ് കോമൺ. സോ ഫോർ മീ ഓൾസോ ഇന്ന് രാവിലെ ഞാൻ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകുന്നതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ ഇറങ്ങി. ഇവിടെ അത്യാവശ്യം ദൂരമുണ്ട്. എന്റെ പ്ലേസിന് കുറച്ച് ദൂരമുണ്ട് അങ്ങോട്ടേക്ക് പോകാനായിട്ട്. ഞാൻ കുറച്ച് രാവിലെ നേരത്തെ ഇറങ്ങി പോയിട്ട് വന്നിട്ട് വീഡിയോസ് എടുക്കാന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു. പക്ഷെ പോയപ്പോഴേക്കും എന്റെ 4-വീലറിന്റെ ടെസ്റ്റ് ആയിരുന്നു. എനിക്ക് കിട്ടിയില്ല. ശരി, ഒന്നാമത്തെ പ്രാവശ്യം കിട്ടിയില്ല. കുറച്ച് നമുക്ക് ഓക്കെ അടുത്ത പ്രാവശ്യം ചെയ്യാനായിട്ട് വരാം. പക്ഷെ ആദ്യത്തെ പ്രാവശ്യം ഞാൻ പോയി. ആദ്യത്തെ പ്രാവശ്യം എനിക്ക് കിട്ടിയില്ല. രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ പോയി. രണ്ടാമത്തെ പ്രാവശ്യം എനിക്ക് കിട്ടിയില്ല. മൂന്നാമത്തെ പ്രാവശ്യം പോയി കഴിച്ചാൽ എനിക്ക് മൂന്നാമത്തെ പ്രാവശ്യം 4-വീലറിന്റെ ലൈസൻസ് കിട്ടിയില്ല. 2-വീലറിന്റെ എനിക്ക് ആദ്യത്തെ പ്രാവശ്യം കിട്ടി, ബട്ട് 4-വീലറിന്റെ കിട്ടിയില്ല. സോ ഐ ഫെൽറ്റ് ലൈക്ക് കുറച്ച് മൈൻഡ് ഔട്ട് ആയി. ഓക്കെ, ദെൻ ആഫ്റ്റർ ദാറ്റ് ഇങ്ങോട്ട് വന്നപ്പോൾ എനിക്ക് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഫുൾ ടൈം അതിനിരുന്നു. ഞാൻ വിചാരിച്ചു ഈവനിങ് ആകുമ്പോൾ എടുക്കാന്ന് വിചാരിച്ചു. പിന്നെ സമയം നോക്കുമ്പോൾ 10 മണി. ഇന്ന് യൂട്യൂബിനകത്ത് വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ട ദിവസമാണ്. റീൽ അപ്ലോഡ് ചെയ്യാനും എടുത്തിട്ടില്ല. അപ്പൊ ഞാൻ പെട്ടെന്ന് എന്ത് ചെയ്തു, എടുക്കാന്ന് പറഞ്ഞിട്ട് ഫോൺ എടുത്തു. ഞാൻ ഇവിടെ ഒരു കാര്യം പറയാം. ഞാൻ ഇന്ന് എന്റെ റീലിനകത്ത് ഞാൻ പറഞ്ഞൊരു കാര്യമാണ്. നമുക്ക് എവറിഡേ ഒരേപോലെ ഫീൽ ചെയ്യണമെന്നില്ല, എവറിഡേ ഒരേപോലെ പോകണമെന്നില്ല. ലൈഫ് എപ്പോഴും നമ്മൾ പ്ലാൻ ചെയ്തുപോലെ പോകണമെന്നില്ല. അറ്റ് ദ സെയിം ടൈം നമ്മൾ പെർട്ടിക്കുലർ കാര്യം ചെയ്യണം. ഒരു കമ്മിറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഷോപ്പ് ചെയ്യാൻ നോക്കുക. എല്ലാ ദിവസവും ബാഡ് ഡേയ്സും ഗുഡ് ഡേയ്സും ഒക്കെ ഷോപ്പ് ചെയ്യുക. ഇറ്റ് ഡസന്റ് മാറ്റർ. നിങ്ങൾക്ക് എന്താ പറയാ, ഒരു നല്ലൊരു ദിവസം 101% കൊടുക്കണ പോലെ എവറിഡേ കൊടുക്കാൻ പറ്റുന്നില്ല. ഒരു ബാഡ് ഡേ ആയിക്കോട്ടെ, നിങ്ങൾ ഷോപ്പ് ചെയ്യുന്നുണ്ടോ എന്നാണ് ബെറ്റർ. നിങ്ങൾ 50% കൊടുക്കുന്നുണ്ടോ 60% കൊടുക്കുന്നുണ്ടോ, ഇറ്റ് ഡസന്റ് മാറ്റർ. അറ്റ്ലീസ്റ്റ് യു ആർ ട്രൈങ് ടു ഷോപ്പ്, റൈറ്റ്? That is the matter. കാരണം എന്നെ സംബന്ധിച്ചോളം from my past 5 years I understood that if you are able to shop in each and every day, maybe not 100%, maybe not 90%, at least 50-40% എങ്കിലും നിങ്ങൾ every day ഷോപ്പ് ചെയ്യാൻ ട്രൈ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ definitely at the end of the day or after a particular period, like after 6 months, after 1 year, after 5 years, you will reap the fruit. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള റിസൾട്ട് കിട്ടും. മറ്റുള്ളവരിൽ നിങ്ങൾ ഡിഫറെന്റ് ആയിട്ട് തന്നെ നിൽക്കും. റീസൺ ഓവർ ടാലന്റഡ് ആയതുകൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ സ്പെഷ്യൽ ആയതുകൊണ്ടോ ഒന്നുമല്ല. എവറി സിംഗിൾ ഡേ കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ ഷോപ്പ് ചെയ്തു എന്ന് ഒരൊറ്റ കാരണം കൊണ്ടാണ്. നിങ്ങൾ ഓക്കെ അല്ലാത്ത സമയത്തും നിങ്ങൾ മെന്റലി ഡൗൺ ആയിട്ട് ഫീൽ ചെയ്യുന്ന സമയത്തും ലൈക്ക് എന്താ പറയാ പല പല പ്രശ്നങ്ങൾ നമ്മുടെ ലൈഫിൽ നടക്കുന്ന സമയത്തും നിങ്ങൾ കമ്മിറ്റ് ചെയ്ത ഒരു പർട്ടിക്കുലർ കാര്യം ഡ്രീം ആയിക്കോട്ടെ വാട്ട് എവർ ഇഫ് ഇറ്റ് ഈസ്, അവിടെ നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഷോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സാക്രിഫൈസ്, ആ ഒരു നിങ്ങളുടെ ഒരു മെന്റൽ എഫേർട്ടിന് റിവാർഡ് ആയിട്ടാണ് നിങ്ങൾക്ക് അവിടെ കിട്ടാൻ പോകുന്നത്. ആഫ്റ്റർ എ പീരീഡ് ഓഫ് ടൈം വാട്ട് എവർ യു ആർ ഗെറ്റിംഗ്, അതിന്റെ റിവാർഡാണ്, റൈറ്റ്? അപ്പൊ അത് പലർക്കും അത് പറ്റില്ല. ഒരു ടൈം വരെ ഞാൻ ഇത് ചാലഞ്ച് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന് വീഡിയോയുടെ ദിവസമാണ് ഞാൻ എടുത്തില്ല. കാരണം ബട്ട് ഐ കമ്മിറ്റഡ് ദാറ്റ് ഐ വിൽ പോസ്റ്റ് ദ വീഡിയോ ഫോർ അപ്കമിംഗ് 180 days അല്ലെങ്കിൽ അപ്കമിംഗ് 365 days ഐ വിൽ പോസ്റ്റ് എന്നൊരു കമ്മിറ്റ്മെന്റ് ഞാൻ കൊടുത്തുകൊണ്ട് തന്നെ എനിക്ക് എന്റെ ഇമോഷൻസും അല്ലെങ്കിൽ ഒരു മൂഡ് സ്വിങ്സും നോക്കിയിട്ട് എനിക്ക് അതിനനുസരിച്ച് ചെയ്യാൻ പറ്റത്തില്ല. ഐ ഓൾറെഡി കമ്മിറ്റഡ് വൺ തിങ്, സോ ഐ ഹാവ് ടു ഡു ഇറ്റ് നോ മാറ്റർ വാട്ട് ഐ ഫീൽ ഇൻസൈഡ് മൈ മൈൻഡ് ഓർ ഹേർട്ട്. അത് ഒരു സൈഡിലൂടെ നടക്കും. ഇത് നമ്മൾ ചെയ്യുന്ന വേണം. ബാലൻസ് ഡ്രൈവിംഗ് ലൈസൻസ് നമ്മൾ അടുത്ത ടൈം എടുക്കാമല്ലോ. ഓപ്ഷൻസ് ഉണ്ടല്ലോ. ദർ ഈസ് ഓപ്ഷൻ. പ്രോബ്ലംസ് വരും. ആ പ്രോബ്ലംസ് വരുമ്പോൾ നമ്മൾ അതിനും എന്നെ സംബന്ധിച്ച് 2 ഓപ്ഷൻ ഉണ്ട്. അയ്യോ മൂന്നാമത്തെ പ്രാവശ്യം പോയി തല്ലി കരഞ്ഞുകൊണ്ടിരിക്കാം. പക്ഷെ അങ്ങനെ ഇരുന്നുകൊണ്ട് അവിടെ എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. അതേസമയം എന്റെ പറയുന്ന സൊല്യൂഷൻ എന്താ? അടുത്ത ഡേറ്റ് എപ്പോഴാണല്ലോ എടുക്കുക, കുറച്ചുകൂടെ എഫേർട്ട് കാര്യങ്ങൾ പഠിക്കുക, ആൻഡ് ആഫ്റ്റർ ദാറ്റ് പോയിട്ട് ചെയ്യാം. അപ്പോ എന്തിനാണ് ഞാൻ ഈ ആവശ്യമില്ലാത്ത ഇമോഷനെ കെട്ടിപ്പിടിച്ചിരിക്കുന്നത്? വേറെ സൊല്യൂഷൻ ഉണ്ടല്ലോ. അതിനർത്ഥമല്ല എനിക്ക് മൂന്നാമത്തെ പ്രാവശ്യം പോയി കിട്ടിയിട്ടും വിഷമം ഇല്ല എന്നല്ല. ആ ഒരു ഫീൽ എക്സ്പീരിയൻസ് ചെയ്യുക. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് അത് അതിന്റെ സൊല്യൂഷനെ കുറിച്ച് ചിന്തിക്കുക. ഇതിനെ കുറിച്ച് ആലോചിച്ചിട്ട് കാര്യമില്ല, ഇതിനെ കുറിച്ച് ചിന്തിക്കുക. ആ ഒരു രീതിയിൽ കൊണ്ടുപോയിക്കാൻ ഇപ്പൊ എനിക്ക് ഓക്കെയാണ്. ആ ഒരു ടൈം എനിക്ക് കുറച്ച് മൈൻഡ് ഔട്ട് ആയിരുന്നു. ബട്ട് നൗ ഓക്കെ, ഫൈൻ, ലെറ്റ്സ് ട്രൈ ഇറ്റ് അനദർ ടൈം. സോ ഇറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ.